ഹലോ, ഏതോ ഒരു മോഹിനി. എന്താടി? എന്നോട് ദേഷ്യാണല്ലേ? അതെ, ഞാൻ വളരെ ദേഷ്യത്തില. കൈ കിട്ടി എനിക്ക് നിന്നെ ഒന്ന് കൊല്ലണമെന്നുണ്ട്. ഒരു 50,000 വാങ്ങിപ്പോയിട്ട് പിന്നെ നിന്റെ പൊടി പോലും കണ്ടിട്ടില്ലല്ലോ. അത് തിരിച്ചു തരാതെ ഇനി ഞാൻ കാണില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്കൊന്ന് പെട്ടെന്ന് കണ്ടേ തീരൂ. ഏട്ടന്റെ കാര്യത്തിനാ. ഞങ്ങളുടെ സ്വത്ത് പണയം വെച്ചാ കുറച്ച് പണം ശരിയാക്കി തരാന്ന് കൊച്ചുമൊലാളി പറഞ്ഞിരുന്നില്ലേ? കൊച്ചുമൊലാളി കാണാൻ ഞങ്ങളൊന്ന് വന്നോട്ടെ? അത് ഞാൻ പിന്നെ വേറൊരു ദിവസം ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റാ? ബാലഭാസ്കരേട്ട നേരം വെളുത്തിട്ടേ ഉള്ളൂ. ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ? ഫോൺ വെക്കില്ലേ? ആ കുട്ടി എന്തോ ചോദിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കണ്ടേ പറ്റൂ. ഭാര്യ ഇല്ലാത്ത നേരത്ത് ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ? എന്താ കുട്ടി ചോദിക്കുന്നത്? ചന്ദ്രിക ഇല്ലാത്ത നേരത്തെ അവളെ ഇനി ഒന്ന് കണ്ടോട്ടെ എന്ന്. കണ്ടോട്ടെ, ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ. വന്നോളാൻ ചന്ദ്രിക പറഞ്ഞു. അവൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ലെന്ന്. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ആരോടെങ്കിലും അവള് ദേഷ്യം പിടിച്ച ഒരമ്മിക്കല്ലെടുത്ത് തലയിലിടും. അതോടെ നമ്മള് ടീം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ആരാ വിളിച്ചത്? ആരാ ഫോൺ ചെയ്തെന്ന്? കളഹംസം നീന്തും രാവിൽ കനവൊന്നായി തീരും നാളിൽ ലലല തനന ലലല ലലല. കളഹംസം നീന്തും രാവിൽ കനവൊന്നായി തീരും നാളിൽ കതിരായി നിഴലായി കളിയൂഞ്ഞാലാടാമോ? കണ്ണായി വാഴ്ത്താം ഞാൻ, കവിളോരം മൂടാം ഞാൻ. കളഹംസം നീന്തും രാവിൽ കനവൊന്നായി തീരും നാളിൽ കതിരായി നിഴലായി കളിയൂഞ്ഞാലാടാമോ? ചൊടികളിലെന്തേ തിരയുടെ താളലയം? ഒരു സാന്ത്വനം തീക്കുമി ഭാവഗാനമായി ഹരിചന്ദനം പൂശിനി ദേവഹംസമായി. കളഹംസം നീന്തും രാവിൽ കനവൊന്നായി തീരും നാളിൽ കതിരായി നിഴലായി കളിയൂഞ്ഞാലാടാമോ? സാന്ധ്യശോഭയോടെ മിഴിവാർന്ന സ്നേഹതീരം സുഖതരളിതമൊഴുകുകയല്ലേ നിളയുടെ ലാസ്യലയം? കാന്തനോടു ചേരും കളിവാക്കു ചൊല്ലിയാടും അണിയറകളിൽ ഉണരുകയാണോ സിരയുടെ ഭാവതലം? ഇനി ശ്രീമതി നീ വരൂ കാവ്യസാരമായി കിളിവാ
ജലഹംസം നീന്തും രാവിൽ കനവൊന്നായി തീരും നാളിൽ കതിരായി നിഴലായി കളിയും ഞാനാടാമോ കണ്ണായി വാഴ്ത്താം ഞാൻ കവിളോരം മൂടാം ഞാൻ ഇത് മുന്തിരി വള്ളിയൊരുക്കിയ കൂടാരം സോറി സോറി അയ്യേ ഇപ്പൊ നടത്തം കുറവാണല്ലേ? അതെടാ, നടത്തം കുറവാ. കല്യാണത്തിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം സ്വപ്ന ലോകത്തേക്ക് നടന്നിട്ടുള്ളൂ. ചന്ദ്രിക ദിവസം അലാറം വെച്ച് എഴുന്നേൽക്കും. എന്നിട്ട് ഒരുമാതിരി ബോൾട്ട് ഇട്ട പോലെ എന്നെ അമർത്തി പിടിച്ച് അവൾ അങ്ങനെ കിടക്കും. ശരിക്കും പറഞ്ഞാ ഞാൻ എന്റെ ചന്ദ്രികയെ ചതിക്കേടാ. ഉറക്കത്തിൽ എണീറ്റ് കിടക്കുന്നില്ലെങ്കിലും ഉറങ്ങാത്തപ്പോഴൊക്കെ ഒരുപാട് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഇറങ്ങി കിടക്കുന്നില്ലേ. തമാശക്കാണെങ്കിലും ഈ വക പെണ്ണുങ്ങളായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ ഒരു അപകടം തന്നെയാ. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, സകല പടക്കോയിലും വീട്ടിലേക്കാ ഫോൺ ചെയ്യുന്നത്. അവളാണെങ്കിൽ ഒരു സംശയമില്ലാതെ റിസീവർ എടുത്ത് എന്റെ കയ്യിലേക്ക് വരും. ഓ, എല്ലാം തുറന്നു പറഞ്ഞാ ഫോണും തല്ലി പൊട്ടിച്ച് ഈ പെടക്കോയിലൊക്കെ പിടിച്ച് ചാപ്സ് ആക്കി ഇതിനൊക്കെ ഒന്ന് തലയുരണുന്നുണ്ട്. സാധിക്കുന്നില്ലടാ, ഞാൻ എന്താ ചെയ്യാ? കൊച്ചു മുതലാളി ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊക്കെ മനുഷ്യരാ, കോഴിയല്ല. ആദ്യം അവനവന്റെ ജീവിതമാണ് വലുതെന്ന് കരുതുക. എന്നിട്ട് ആ പണപ്പെട്ടി വലിയൊരു താഴിട്ട് അങ്ങോട്ട് പൂട്ടുക. സകല പടക്കോഴികളും വേറെ പൂവനെ തേടി പൊയ്ക്കോളും. അത്രേ ഉള്ളു കാര്യം. ആ മോഹിനി ഇപ്പൊ എത്രയാ മുക്കിയത്? മോഹിനി ഒരു പാവടാ. അവളുടെ ചേട്ടൻ ഭയങ്കര കഷ്ടത്തിലാ. എന്നാലും ഇത്ര വലിയ തുകയൊക്കെ ഞാൻ അവൾക്ക് അങ്ങോട്ട് എന്ത് കൊടുത്തിട്ടുണ്ടോ അതിന്റെ 10 ഇരട്ടി വാല്യൂ ഉള്ള ഡോക്യുമെന്റ്സ് ഇങ്ങോട്ടും തന്നിട്ടുണ്ട്. പോരെ? അമ്മേ, അച്ഛാ, ബാലഭാസ്കരേട്ടനെ കാണാനില്ല. മോൾ ഇന്ന് അലാറം വെച്ചില്ലേ? വെച്ചതാ, അത് അടിക്കുന്നതിന് മുമ്പ് എണീറ്റ് പോയി. മോള് സമാധാനപ്പെട്. നമുക്ക് കേശവൻകുട്ടി വിടാം. കേശവൻകുട്ടി! കുറെ ദിവസമായിട്ട് ഇറങ്ങി നടക്കാത്ത ആളാ. പഴയ വഴിയൊക്കെ ഓർമ്മയുണ്ടാവോ എന്തോ. കേശവൻകുട്ടി, ഞാനും വരണോ? നിർത്ത്, നിർത്ത്. ബാലഭാസ്കരേട്ടൻ, ബാലഭാസ്കരേട്ടാ, ബാലേട്ടാ, ബാലേട്ടാ. ദിവസവും ഞാൻ തടുത്തു നിർത്തുന്നതാണല്ലോ എന്റെ ഈശ്വര. ഇന്ന് മാത്രം ഞാൻ അറിയാതെ എണീറ്റ് പോയല്ലോ. മോളിങ്ങനെ ബഹളം വെക്കരുത്. കരയാതെ മോളെ, കരയാതെ. ഓപ്പറേഷൻ ആണെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് നേരെ എത്രയായി? എന്താ കൊണ്ടുവരാത്ത? ഓപ്പറേഷൻ കഴിഞ്ഞോന്ന് സിസ്റ്റർ പറഞ്ഞു മോളെ. എനിക്ക് ഭാസ്കരേട്ടനെ കാണണം. ബോധം വന്നിട്ടേ കാണിക്കൂ, കരയാതെ. ഡോക്ടർ, ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യന്റിന് ചെറുതായിട്ട് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ഓക്സിജൻ ട്രിപ്പൊക്കെ വലിച്ചെറിയാ. അയാൾക്ക് ഭാര്യയെ കാണണമെന്ന് പറയുന്നു. നോ നോ, ഹീസ് വെരി സീരിയസ്. അയാളെ ആരെങ്കിലും കാണാനും സംസാരിക്കാനും അനുവദിക്കാൻ പറ്റില്ല. വാല്യൂ ഒന്നുകൂടെ കൊടുത്തേക്കു. അയാൾക്ക് അവസാനമായി ഭാര്യയോട് എന്തോ പറയണത്രേ. പേഷ്യന്റിന് ബോധം വന്നോ? ഭാര്യയെ കാണുന്നു പറഞ്ഞ് ബഹളം വെക്കുന്നു. ഞാനും കൂടി വന്നോട്ടെ? ഭാര്യയ്ക്ക് മാത്രം വരാം.